കേരളത്തിന്റെ വൈവിധ്യമാർന്ന ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളമൊരുക്കൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളെ നിറവും സൗരഭ്യവും ഒത്തുചേർന്ന് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങ്. അത്തം മുതൽ ഉത്രാടം വരെ പൂക്കളവും തിരുവോണത്തിന് തുമ്പക്കുടം കൊണ്ട് പൂമൂടലും ഒരുക്കും. മത്തൻ പൂത്താൽ അത്തമെത്തി, ഓണമെത്തി എന്നൊരു ചൊല്ലുണ്ട്. പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത്. മുറ്റത്താണ് പൂക്കളമിടുക. അതിനായി മണ്ണ് വൃത്തിയാക്കി തറയൊരുക്കും. ചിലയിടങ്ങളിൽ അല്പം പൊക്കത്തിൽ പൂക്കളത്തിനായി മൺതറ ഒരുക്കാറുണ്ട്. അനിഴം നാൾ മുതലാണ് അതൊരുക്കുക. തറ ശരിയായാൽ വട്ടത്തിൽ ചാണകം മെഴുകും. നടുക്ക് കുടവയ്ക്കാൻ ചാണക ഉരുളയും വയ്ക്കും. അത്തത്തിന് തുമ്പപ്പൂ കൊണ്ട് ലളിതമായ പൂക്കളമാണ് തീർക്കുക. ചിത്തിരയ്ക്കും വെളുത്ത പൂക്കളാണിടുക. വട്ടത്തിലിടുന്ന കളം ഓരോ ദിവസവും വലുതാകും. ആദ്യ ദിനം മഞ്ഞപ്പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഇടുന്നവരുമുണ്ട്. ചോതി നാൾ മുതൽ നിറമുള്ളവ ഇടാമെന്നാണ്. പ്രത്യേകിച്ച് ചെമ്പരത്തി അടക്കമുള്ള ചുവന്ന പൂക്കൾ. മൂലം നാളിൽ ചതുരത്തിൽ പൂക്കളമിടണം. ചോതി നാൾ മുതൽ നടുക്ക് വെക്കുന്ന കുട 4 ഭാഗത്തേക്കും വെക്കാറുണ്ട്. പച്ച ഈർക്കിലിൽ പൂവ് കൊരുത്താണ് കുട വയ്ക്കുക. വാഴത്തടയിൽ നടുക്ക് കുട വയ്ക്കുന്ന ചടങ്ങ് തെക്കുണ്ട്. പൂരാടത്തിന് കള്ളികൾ തീർത്താണ് പൂക്കളം. ഉത്രാടത്തിന് 10 നിറം പൂക്കൾ. ഏറ്റവും വലിയ പൂക്കളവും ഉത്രാടത്തിനാണ്. തിരുവോണത്തിന് തുമ്പക്കുടം മാത്രമാണ് ഇടുക. ചിലയിടങ്ങളിൽ തുളസിയും ഉണ്ടാകും. തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ വെക്കുന്നതും അന്നാണ്. തൃക്കാക്കരയപ്പനെ തുമ്പക്കുടം കൊണ്ട് പൂമൂടൽ നടത്തണമെന്നാണ്. വടക്ക് മാദേവരെ വെക്കുക എന്നു പറയും. മാവേലി, തൃക്കാക്കരയപ്പൻ, ശിവൻ എന്നീ സങ്കല്പത്തിൽ 3 മാദേവരെയാണ് വെക്കുക. അരിമാവ് കൊണ്ട് കളം വരച്ച് പലകമേലാണ് മാദേവരെ വെക്കുക. തെക്ക് തൃക്കാക്കരയപ്പന് മഞ്ഞമുണ്ടിന്റെ നൂൽ ചുറ്റുന്ന ചടങ്ങുമുണ്ട്. തുടർന്ന് തൃക്കാക്കരയപ്പന് അടനിവേദ്യം നേദിക്കും. മിക്കവാറും എല്ലായിടങ്ങളിലും ചതയം നാളോടെ ഈ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും.